മോർണിംഗ് റിപ്പോർട്ടറിൽ ഇനി അതിഥിയുടെ സമയമാണ്. ഇന്നത്തെ അതിഥി വിനീത് ശ്രീനിവാസൻ നായകനാകുന്ന ആന അലറലോട് അലറൽ എന്ന സിനിമ ഇന്നലെ റിലീസ് ചെയ്തു. ചിത്രത്തിൻ്റെ സംവിധായകൻ ദിലീപ് മേനോൻ, ഒപ്പം ഒരു വലിയ കഥാപാത്രത്തെ അനശ്വരമാക്കിയ ചിത്രത്തിലെ തെസ്നിക്കാൻ, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ അതിഥികൾ. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സംവിധായകനിലേക്ക് വരികയാണ്. ശേഖരൻകുട്ടി എന്ന ആനയാണ് ശരിക്കും ഈ ഒരു ചിത്രത്തിൽ കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ആന അലറലോട് അലറൽ എന്ന ഒരു പേര് എത്രത്തോളം അനുയോജ്യമാണ് ചിത്രത്തിന്? അത് എനിക്ക് തോന്നുന്നു സിനിമ കാണുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യമായൊരു കാര്യമാണ്. എല്ലാവരും ഈ ചോദ്യം എന്നോട് മുന്നേ ചോദിച്ചിരുന്നു. ചോദിച്ചിരുന്നപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിരുന്നൊരു കാര്യം, സിനിമ പോയി കാണും, അപ്പോൾ മനസ്സിലാവും ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ഒരു പേര് പക്ഷേ ഈ സിനിമയ്ക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളത് കൃത്യമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമയിലെ സംവിധായകൻ അടക്കമുള്ള ആളുകൾക്ക്, അഭിനേതാക്കൾ അടക്കമുള്ള ആളുകൾക്ക് ഈ പേരൊന്ന് പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരമുള്ള പേരുകൾ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ്. ഈ ഒരു പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വാർത്തകൾ വരാറുണ്ട്, ഓരോ വാർത്തകളും വരാറുണ്ട്. അപ്പം ആങ്കർ പൊസിഷനിൽ നമുക്ക് വായിച്ചേ പറ്റുള്ളൂ. അതെ, എന്തായാലും ഇതുവരെ തെറ്റൊന്നും കൂടാതെ വായിക്കാൻ ഞങ്ങൾ ഇതിൽ 2 ടാസ്ക് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ആനേനെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിതിൽ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടി ആനയുമായിട്ടൊരു 3 ദിവസത്തെ ക്യാമ്പ് വെച്ചിരുന്നു ആദ്യമേ. അപ്പോൾ അവിടെ വെച്ചിട്ട് ആനയുമായിട്ട് എല്ലാവരും ഫ്രണ്ട്ലി ആയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്തൊരു ക്യാമ്പ് കൂടെ 1 ദിവസത്തെ വെക്കണം, കാരണം വെച്ചാൽ ഈ പേരൊന്ന് പറഞ്ഞ് പഠിക്കണം, അല്ലെങ്കിൽ അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഒരു ക്യാമ്പ് കൂടെ നമ്മൾ ശരിക്കും ആനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് വരാം, വിശേഷങ്ങളിലേക്ക് വരാം, തെസ്നിക്കാനിലേക്ക് വരാം. കേരളത്തിലെ പ്രേക്ഷകരെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് തെസ്നിക്കാൻ്റെ വേറൊരു വേഷപ്പകർച്ചയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണുന്നത്. ഒരു വലിയ മുത്തശ്ശിയായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള റോളിലാണ് താങ്കൾ കടന്നു വരുന്നത്. ശരിക്കും തെസ്നിക്കാൻ എന്ന ഒരു വലിയ കലാകാരിയുടെ ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് എന്ന് തോന്നുന്നു ഈ ഒരു കഥാപാത്രത്തിലൂടെ. തീർച്ചയായിട്ടും ഇതുവരെ എനിക്ക് കിട്ടാത്തൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ചെറിയ കോമഡിയൊക്കെ ആയിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ കോമഡി അല്ല, വലിയ കോമഡി. എന്നാലും നമുക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പ്രത്യേകിച്ചും സുരാജിൻ്റെ കൂടെയായാലും സലീം കുമാറിൻ്റെ കൂടെയായാലും ഒക്കെ നമ്മൾ കോമ്പിനേഷൻ ചെയ്യുമ്പം ലേഡീസിനൊരു പരിധിയുണ്ട്. എനിക്കങ്ങനെ ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഒരു സീരിയസ് കഥാപാത്രം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാൻ, എനിക്ക് കിട്ടിയാൽ എനിക്ക് നന്നായിരുന്നു എന്ന്. പക്ഷേ ഇപ്പം ചെയ്ത ക്യാരക്ടർ ഞാൻ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് വിചാരിച്ചൊരു ക്യാരക്ടറായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യും ഞാൻ, പക്ഷെ അത് കുറേ കഴിയട്ടെ, ഇപ്പോഴൊന്നും ആയിരിക്കില്ല. ഒരു 60-70 വയസ്സ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവും എന്ന് തോന്നിയിരുന്നു. പക്ഷേ ദൈവം എനിക്കത് പെട്ടെന്ന് കൊണ്ടു തന്നു. ആ ഒരു കഥാപാത്രത്തെ ഇപ്പം തെസ്നിക്കാൻ എന്ന ഒരു കലാകാരി ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രം കൺമുമ്പിൽ ലഭിച്ചു, അത് ചെയ്ത് പൂർത്തീകരിച്ചു. അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് സംവിധായകന് ആ ഒരു കഥാപാത്രത്തെ ശരിക്കും കൊടുക്കാൻ സാധിച്ചോ? എനിക്ക് തോന്നുന്നുണ്ട്. ഇനി സാറ് പറയണോ എങ്ങനെയാണെന്ന്. ഇപ്പം കിട്ടിയ റിവ്യൂസൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. പിന്നെ ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയതിൽ പിന്നെ ഡയറക്ടറാണ് കൂടുതലും. ഡയറക്ടറും വിനീത് ശ്രീനിവാസനോടും സ്ക്രിപ്റ്റ് റൈറ്റർ ശരത്തിനോടാണ് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത്. നമ്മൾ സംവിധാനത്തിലേക്ക് വരുമ്പോൾ തെസ്നിക്കാനെ കുറിച്ച് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം വന്നപ്പം മുതലേ വളരെ ഗ്ലൂമിയാണ്, ശരിക്കും വളരെ ടെൻഷനുള്ളതുപോലെ ഒരു ഫീലുണ്ട്. മീൻസ് ആ ഒരു മുത്തശ്ശി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ആളുകൾ ഏറ്റവും എടുത്തോ, ഇല്ലെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ ഇപ്പോഴും ഇപ്പം ഇന്നലെ റിലീസ് ആയിട്ടുള്ളൂ. തിങ്കളാഴ്ച ആകുമ്പോഴേക്കാണ് ഒരു പിക്ചർ കിട്ടുള്ളൂ, ശരിക്കും ഒരു പിക്ചർ കിട്ടുള്ളൂ. അതിന്റെ ടെൻഷനാണോ മുഖത്ത് കാണുന്നത്? അല്ല, ഇതെന്താ വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ദിവസം ഞാൻ ഒരു അബദ്ധം കാണിച്ചു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അപ്പോൾ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്യുന്ന രീതി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് തമാശയും കളി ചുരുക്കം മാറ്റി ഒരല്പം സീരിയസ്. അത് ആ സീരിയസ് ഇതുവരെ വിട്ടിട്ടില്ല. ഇപ്പൊ ചേച്ചിയോട് ഇപ്പൊ ഒന്ന് പറഞ്ഞു, ചേച്ചി അതിൽ നിന്ന് വിട്ടു. അല്ല, ഇപ്പൊ നല്ല റിവ്യൂസ് വന്നു, ഇപ്പൊ കുറഞ്ഞു. ഇത് ഇങ്ങനെയല്ല, ഇതിനേക്കാൾ ഭയങ്കര സീരിയസ് ആയിരുന്നു ചേച്ചി. സെറ്റിലൊക്കെ എല്ലാവരും എന്താണിത് എന്നൊക്കെ പറഞ്ഞിട്ട് സുരാജിനൊക്കെ വന്നിട്ട് വെച്ചിട്ട് എന്ത് സംഭവിച്ചു, പേഴ്സണൽ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സുരാജിനൊക്കെ ഒരു ദിവസം അന്ന് എന്നോട് സീരിയസ് ആയിട്ട് ചോദിച്ചു, എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു സെറ്റിൽ വന്നിട്ട് പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ 7 മണിക്കൊക്കെ ഷൂട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് 6 മണിക്ക് വരണം. കാരണം 1-1.5 മണിക്കൂർ നേരം മേക്കപ്പ് ഉണ്ട്. അപ്പം നമ്മളൊക്കെ വന്ന് കാണുമ്പോൾ ചേച്ചി ഉപ്പുമായിട്ട് ആണ് അവിടെ ഇരിക്കുന്നത്, ഒരു സൈഡിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് എനിക്കും അങ്ങനെ ഫീൽ ഉണ്ട്. നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഒരുപാട് ചിരിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. സിനിമയിലാണെങ്കിലൊക്കെ ആ ഒരു ഇതേ കണ്ടിട്ടുള്ളൂ. പക്ഷെ വളരെ പെട്ടെന്ന് സീരിയസ് ആകുമ്പോൾ നമുക്ക്, അതാണ് ഞാൻ ചോദിച്ചത്, വന്നതേ ചോദിച്ചത്, നീതാണ് വളരെ സീരിയസ്. എന്തായാലും നമുക്ക് ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. ഒരു സമകാലീന വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മതം, രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങളെല്ലാം പശ്ചാത്തലത്തിലുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിലാണെന്ന് തോന്നുന്നു ഹാഷിമിൻ്റെയും പാർവതിയുടെയും ജീവിതകഥയിലൂടെ
ശേഖരൻകുട്ടി കഥ പറഞ്ഞു പോകുന്നത്, അതിനെക്കുറിച്ചിട്ടൊന്ന് പറയൂ ചിത്രത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ എന്ത് ബ്ലണ്ടേഴ്സാണെന്ന് തോന്നുന്ന വളരെ ചെറിയ കാര്യങ്ങൾ മുകളിലൊക്കെ നമ്മളിപ്പോൾ വൻ ലഹളകൾ ഉണ്ടാക്കുന്നു. എനിക്ക് അതിൻ്റെ ഒരു റൂട്ട് നോക്കുമ്പോൾ എന്താ പറയുക, ഏറ്റവും നിസ്സാരമായി നമുക്ക് മാറി നിന്ന് ചിലപ്പോൾ ചിരിക്കാൻ തോന്നുന്ന ചില കാര്യങ്ങളായിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ വലിയ വലിയ സംഭവങ്ങൾ, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നൊക്കെ കാണുന്നത്. അത് നമുക്ക് മാറി നിന്ന് കാണുമ്പോഴേ നമുക്ക് കാണുന്ന ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെ എങ്ങനെ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സത്യസന്ധനായ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ കാഴ്ചപ്പാട് എങ്ങനെ എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നത്. ശരിക്കും ഒരു തനി നാട്ടിൻപുറത്ത് തന്നെയാണല്ലേ വൈകുണ്ഠപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം. എങ്ങനെയായിരുന്നു ആ ഒരു ഫീൽ? എങ്ങനെയായിരുന്നു ആ ഒരു നാട്ടിൻപുറത്തുള്ള ചിത്രീകരണവും? നമ്മളിത് ഷൂട്ട് ചെയ്തത് പാലക്കാടിനടുത്ത് കൊല്ലങ്കോട് എന്നുള്ള സ്ഥലമായിരുന്നു. കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു. ചുറ്റും മലകളും ഒരുപാട് ആ മലകളിൽ നിന്ന് വരുന്ന പുഴകളും അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ എവിടേക്ക് വായിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗ്രാമം. ആ ഒരു ഗ്രാമം സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിരുന്നു. അങ്ങനെ അവസാനം പക്ഷേ നമ്മൾ അവിടെ എത്തുകയും പിന്നെ നമുക്ക് അവിടെ ലൊക്കേഷൻ അങ്ങനെ ഒരു സ്ഥലം വേണമായിരുന്നു. ഒരു വലിയ ഗ്രൗണ്ടും അതിൻ്റെ നടുവിൽ ഒരു മരവും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം വേണമായിരുന്നു. അതന്വേഷിച്ചിട്ടായിരുന്നു അവിടെ നടത്തുന്നത്. അവസാനം അത് കൊല്ലങ്കോട് എത്തിക്കൊല്ലം പോകും. കഥ തുറന്ന് പോകുമ്പോൾ ശരിക്കും ഒരു മാപ്പിള പാട്ടിൻ്റെ രീതിയിലേക്കാണ് ട്രെയിലറിലൊക്കെ സോങ് ചെയ്തിരുന്നത്. ആ ഒരു രീതി തന്നെയാണോ കഥ പോകുന്നത് ശരിക്കും? നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ എന്താ പറയുക, മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ഉള്ള എല്ലാ മതങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. അവരുടെ ചില കൾച്ചറുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനോട് ചേർന്നിട്ടുള്ള ഒരു പാട്ടുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തെസ്നിക്കാനോട് ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ പേടിയാവുകയാണ്. കാരണം വളരെ ടെൻഷനിൽ തന്നെ വീണ്ടും തുടരുകയാണ്. അതൊന്നും മാറ്റം. അതെ, അതെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ തന്നെ അവതാരകന് ചോദിക്കാൻ അവസരം കൊടുക്കാറില്ലാത്ത ആളാണ് തെസ്നിക്ക. എന്നോട് ഇന്നലെ തെസ്നിക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞു ചുമ്മാ ഇരുന്ന് കൊടുത്താൽ തെസ്നിക്കാൻ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പം കുത്തി ചോദിച്ചിട്ട് പോലും പറയുന്നത് അതൊരു സാധ്യതയാണ്. എന്നാലും ഈ ഒരു മൂഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം എന്താ വേണ്ടത്, കാരണം വരുമല്ലോ, തോന്നുള്ളൂ. മാജിക്ക് ചെയ്യാൻ പെട്ടെന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഉള്ളത് വേണമെങ്കിൽ ഒരു ഞാൻ അങ്ങനെ അങ്ങനെ ആദ്യം മിമിക്രി എന്ന് പറഞ്ഞത് മിമിക്രിയിൽ കൂടെ ഞാൻ പണ്ട് നാദിഷ ദിലീപൻ അവരെ കൂടെ വന്നെങ്കിലും ഞാൻ അവരുടെ കൂടെ ഒക്കെ സ്കിറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് ഞാൻ പിന്നെ കുറേ നാൾക്ക് ഇങ്ങോട്ട് ശേഷം ഞാനൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഷീലാമയൊക്കെ ഏകദേശമൊക്കെ എല്ലാവരും ചെയ്തപ്പോൾ പറഞ്ഞു ആ കൊള്ളാം, കറക്റ്റാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഷീലാമ ചെമ്മീനിൽ പരീക്കുട്ടിയോട് ഷീലാമ്മ പറയുന്നത്, കാരണം കറുത്തമ്മയെ രാത്രി പരീക്കുട്ടി കാണാൻ വരികയാണ്. ആ സമയത്ത് കറുത്തമ്മ പറയുന്നത് പരീക്കുട്ടിയോട്, എൻ്റെ കൊച്ചു മുതലാളി എന്തിനാ ഇപ്പം വന്നത്? തുറക്കാരെ കണ്ടാ പിന്നെ സഹിക്കില്ല, പോ പോ. വളരെ മനോഹരമായിട്ട് ശരിക്കും അല്ലേ. ഞാൻ ഒരു വർഷം ഷീലാമ്മയുടെ മുമ്പിൽ ഇത് കാണിച്ചു കൊടുത്തു. ഞാൻ മിസ്റ്റർ മരുമകൻ എന്നൊരു സിനിമ ചെയ്യുമ്പോൾ ഷീലാമ്മയുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാളായിരുന്നു, ബാക്കിൽ കൂടെ നടക്കാനൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഷീലാമ്മയോട് ഇങ്ങനെ എന്നോട് വിശേഷങ്ങളൊക്കെ പറയും, പഴയ കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ പുള്ളിക്കാരിയുടെ ഒരുപാട് മാനറിസങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന ഒരു സേവനം ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. ഷീലാമ്മ പറയൂ തേസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ ഷീലാവേ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അയ്യോ നീ കറക്റ്റാ പറയണേന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് തുടർന്നു. എന്തായാലും വളരെ മനോഹരമായിരുന്നു. സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറയാം. ശരിക്കും ഒരു മുത്തശ്ശിയുടെ റോള് കിട്ടി എന്ന് പറഞ്ഞു, ഒരു മുസ്ലിം മുത്തശ്ശിയാണ്. ഒന്ന് പറയൂ ആ കഥാപാത്രത്തെ കുറിച്ചിട്ട്. കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഈ റോൾ എൻ്റെ അടുത്ത് കഥ സാറ് പറഞ്ഞു തരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ മനസ്സിലേക്ക് വന്നു. മീന ചേച്ചി, ഫിലോമിന ചേച്ചി, സുകുമാരി ചേച്ചി, ഇവരൊക്കെ ഒരുപാട് ചെയ്തു വെച്ച റോളുകളാണ്. അതുപോലെ പക്ഷെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റില്ല. നമുക്ക് നമ്മുടെ ഒരു ശൈലി കൊണ്ടുവരണം. സത്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു. കൂടുതലായിട്ട് അതിനകത്ത് ഫിലോമിന ചേച്ചിനെയാണ്. അതെ, ചിലർ പറയുന്നത് ഫിലോമിന ചേച്ചിയുടെ, പക്ഷെ ഒരുപാട് അത്ര എത്തിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അല്ലെ ഒരു ഫിലോമിന ടച്ച് ഉണ്ട്. മീൻസ് ആ ഒരു ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു ഇത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കൂടുതലായിട്ടും. അപ്പം ആരും ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. പക്ഷെ എൻ്റെ ശൈലിയിൽ തന്നെയാണ് ഞാൻ, എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഞാൻ അറിയാം. എനിക്ക് ഈ ഡ്രസ്സാണ് ഇടാറുള്ളത്. കോഴിക്കോടാണ്, ഞങ്ങൾ പ്രോപ്പർ കോഴിക്കോട്ടുകാരാണ്. അപ്പം ഈ ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത് ഗ്രാൻഡ് മദർ. അപ്പോൾ എനിക്ക് ആ ഒരു മാനറിസം മുറുക്കുന്നതൊക്കെ എനിക്കറിയാം. അപ്പം എന്നോട് പറഞ്ഞിട്ട് മുറുക്കാറുണ്ടോ എന്ന് ചോദിച്ചിരുന്നു സാറ്. അപ്പം ഞാൻ പറഞ്ഞ് ഇടയ്ക്കൊക്കെ വെറുതെ മുറുക്കി നോക്കിയിട്ടുണ്ട്. മുറുക്കി കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതൊക്കെ ഒന്ന് ശീലിക്കണം
എന്ന് പറഞ്ഞു. അത് നോക്കി. പിന്നെ അതിൻ്റെ നടത്തത്തിൽ നമ്മൾ സ്മാർട്ടായിട്ട് എന്നാലും സ്മാർട്ടായിട്ട് നടക്കണം, എന്നാലും അതിലൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരണ്ടേ, അങ്ങനെയൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വിനീതാണ് എന്നെ പറയുന്നത് സാറിൻ്റെ അടുത്ത്, പിന്നെ നമുക്ക് തെസ്നി ചേച്ചിയെ. അപ്പം ഇവർക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്, അങ്ങനെ ഒരു മനസ്സ് തോന്നിയത് കൊണ്ടാണ് സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും പിന്നെ പ്രൊഡ്യൂസറും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു റോൾ എനിക്ക് കിട്ടിയത്. അല്ല, ഒരാൾ പറഞ്ഞുകൊണ്ട് കിട്ടിക്കോണമെന്നില്ല ഒരു സിനിമയിൽ നല്ല ക്യാരക്ടർ. അപ്പം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അത് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ സാറിനൊക്കെ അത് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സെറ്റിലേക്ക് വീണ്ടും നമ്മൾ പോകുമ്പോൾ സംവിധായകനെ കുറിച്ചിട്ട് പറയുമ്പോൾ സംവിധായകൻ വളരെ ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ഫ്രണ്ട്ലി ആണ്, അതോടൊപ്പം തന്നെ തമാശ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരു ടെൻഷൻ തരാറില്ല, നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടു. അതാണ് ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റിന് ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു ഡയറക്ടർ ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് അത് ഒരുപാട് ഗുണം ചെയ്ത് നമ്മുടെ അഭിനയത്തിൽ. കാരണം നമ്മൾ ഈ താടി കുഴിഞ്ഞ് ഇങ്ങനെ സീരിയസ് ആയിട്ട് മാറിയിരിക്കുന്ന ഡയറക്ടർമാരെ കാണുമ്പോൾ മുട്ട് വിറക്കും. എനിക്ക് മുട്ട് വിറച്ചിട്ടുണ്ട് എത്ര ആണെങ്കിലും. ഇതെന്താ ഇങ്ങനെ നമ്മളോടൊരു നമ്മൾ വിനീതിന്റെ കൂടെ ഫ്രണ്ട്ലിയാണ് സാറ് ഭയങ്കര. അതുകൊണ്ട് ഡയറക്ടർ ആരാന്ന് എല്ലാവർക്കും കൺഫ്യൂഷനാണ് വന്നു കഴിഞ്ഞാൽ. ഡയറക്ടറും ക്യാമറമാനും വിനീതും ഒക്കെ കൂടെ ഒരു കോളേജ് പിള്ളേരെ പോലെയാണ് അവിടെ ചാടി. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള സംവിധായകന്മാരാണ് ഇനിയും കൂടുതലും കടന്നു വരേണ്ടതെന്ന് തോന്നുന്നു. കാരണം ആളുകൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ആണെങ്കിൽ തന്നെ അവർക്കൊരു നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സെറ്റിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ തരാത്ത ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് തനിയെ അഭിനയം എവിടുന്നാ വരാമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ശരിക്കും നമ്മളിൽ നിന്നുള്ളത് അവർക്ക് തമാശയെ കൂടെ അവരങ്ങോട്ട് എടുക്കും. അതാണ് സീരിയസ് ആയി കഴിഞ്ഞാൽ എല്ലാം പോയി കയ്യിൽ നിന്ന് പോകും. എനിക്കങ്ങനെ പോയിട്ടുണ്ട്. അതേതായാലും ഈ മുത്തശ്ശിയെ ശരിക്കും പറഞ്ഞാൽ അനശ്വരമാക്കാൻ ഈ ഡയറക്ടർ ഒരുപാട് തീർച്ചയായിട്ടും ഡയറക്ടർ അതെ, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും വന്ന് പറഞ്ഞു തരും. അതേപോലെ ഞാനൊന്ന് തളർന്നെന്ന് കാണുമ്പോൾ അപ്പോൾ സാറ് പറഞ്ഞിരുന്ന ഒരു സൂത്രം എന്താണെന്നറിയോ, ബാഹുബലിയിൽ രമ്യാകൃഷ്ണൻ മഹേന്ദ്ര ബാഹുബലി ആലോചിക്കുക തസ്നി അത്. അപ്പം ഞാൻ പിന്നെ അത് തന്നെ ഞാനൊന്ന് തളർന്ന അപ്പം എനിക്ക് പറഞ്ഞിരുന്നത് അങ്ങനെയാ, ബോൾഡ് ബോൾഡ് ബോൾഡ്. അപ്പം പിന്നെ ഞാൻ പിന്നെ അതെ, പ്രത്യേകിച്ച് ഈ ഒരു സ്വഭാവക്കാരെ വെച്ചിട്ട് സെറ്റിൽ ഭയങ്കര പാടാണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. സ്ഥിരം പറഞ്ഞിരുന്നു എന്തെങ്കിലും ഡൗൺ ആയി ഞങ്ങൾ ചേച്ചി കട്ടപ്പ വിളിയായിരുന്നു നമ്മളവിടെ. അപ്പം പലപ്പോഴും എനിക്ക് പറഞ്ഞാൽ ഞാൻ പറയാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും കാണുന്നവർക്ക് എന്തെങ്കിലും തോന്നി കഴിഞ്ഞപ്പോൾ സൈഡിൽ നിന്നൊക്കെ പലരും പറയാറുണ്ട്, വിനീതൊക്കെ അവിടെ നിൽക്കേണ്ട വിനീതൊക്കെ ഇങ്ങനെ പറയും കട്ടപ്പ എന്ന് പറഞ്ഞാൽ. പിന്നെ അതപ്പോൾ നമുക്കറിയാം ഇതാണ്. പിന്നെ ഗാനങ്ങളൊക്കെ വളരെ ഹിറ്റാണ്, നല്ല ഗാനങ്ങളാണ്. ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശരിക്കും ഒരുപാട് റെസ്പോൺസ് ഒക്കെ കാണുന്നുണ്ട്. ഗാനങ്ങളെ കുറിച്ചിട്ടൊന്നും പറയുക. എനിക്ക് തോന്നുന്നു ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ മനു മഞ്ജിത്ത്, വിനീത് അവരാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഷാനും വിനീതും ഒക്കെയുള്ളൊരു കോംബോ ഉണ്ട് സ്വാഭാവികമായിട്ടും. അവർ തമ്മിലുള്ളൊരു കോംബോ ഉണ്ട്. അവർ വിനീത് എഴുതുന്നൊരു പാട്ടുകൾക്ക് ഷാൻ കൊടുക്കുന്ന മ്യൂസിക് സ്വാഭാവികമായിട്ടും അതിന് വേറെ ഒരു എക്സ്ട്രാ എനർജി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നേരത്തെ പരിചയമുള്ളൊരു കോംബോ ആണ്. നമുക്ക് എല്ലാവരും തമ്മിൽ നേരത്തെ വളരെ പരിചയമുള്ളതാണ്, ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്കിതൊരു ഒരിക്കലും എവിടെയും ഞങ്ങൾക്കിതൊരു വർക്ക് എന്ന് പറയുന്നൊരു സാധനമല്ല. നമ്മൾ എന്തോ എൻജോയ് ചെയ്ത് നമ്മൾ ട്രിപ്പ് പോകുന്ന പോലെയാണ് ഞങ്ങൾ. ശരിക്കും ഇതിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നടക്കുന്ന സമയമാണെങ്കിലും ആ സമയത്തൊക്കെ അവിടെ ഭയങ്കര പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് ജിംകി കമലൊക്കെ വെച്ച് പാട്ടും ഡാൻസൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ ഈ പാട്ട് കോമ്പോസ് ചെയ്യുന്നത്. ഈ സാധനം ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിലിപ്പോൾ പണി പാലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്താ പറയുക അവിടെ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെയായിരുന്നു. ഇതിൻ്റെ റെക്കോർഡിംഗ് ടൈം ആണെങ്കിലും അതിൻ്റെ റീ റെക്കോർഡിംഗ് ആണെങ്കിലും എല്ലാ സമയവും, എസ്പെഷ്യലി പിന്നെ നമ്മൾ പറയുന്ന ഷൂട്ടിൻ്റെ സമയം ഈ പറഞ്ഞ മാതിരി എല്ലാവരും നമ്മൾ ഇതിൽ ഒരുപാട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുപാട് വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ ഞാനും ശരത്തും ആണെങ്കിൽ പ്രേതൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് അസിസ്റ്റൻ്റ് സൂര്യായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഒരു നല്ല എക്സ്പീരിയൻസ് നമ്മളെല്ലാവരും നമ്മൾ ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ഗാനം ഒന്ന് കാണാം. ഉറപ്പായിട്ടും പറഞ്ഞില്ല ശേഖരൻകുട്ടി എന്ന ആന സെറ്റിൽ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞില്ല. ശേഖരൻകുട്ടി എന്ന ആന നമ്മൾ പറഞ്ഞില്ല. ഞങ്ങൾ ഈ കഥ ആദ്യം ഫോം ചെയ്തപ്പോൾ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ടാസ്ക് ഇതിൽ ഹീറോ ആരാന്നുള്ളതാണ്. രണ്ട് ഹീറോ ഉണ്ട് ഈ സിനിമയിൽ. ഒരു ഹീറോ നമ്മൾ ആദ്യമേ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കൺഫേം ആയിരുന്നു. രണ്ടാമത്തെ ഹീറോ ആയിരുന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കേരളത്തിൽ ഒരുപാട് ആനകളെ സെർച്ച് ചെയ്ത് അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഡോക്ടർ രാജീവ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇവിടെ കേരളത്തിലെ ആനുവൽ ഇതിൻ്റെ മെയിൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ രാജീവിനോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, രാജീവ് എനിക്കൊരു ആടിൻ്റെ സ്വഭാവമുള്ള ആനയിലാണ്. കാരണം അത്രയും ശാന്തനായ ഒരു ആനയുടെ രൂപം മാത്രമേ ഉണ്ടാകാൻ പാടില്ല അവന്. ആനയുടെ സ്വഭാവം ഒരിക്കലും ഉണ്ടാവരുത്. കാരണം പല സമയത്തുകളും 10,000 ആളുകളുമായിട്ട് ആളുകളുടെ ഇടയിലൂടെ അഭിനയിക്കണം. ഈ മലയാളത്തിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് ഇടപഴകി അഭിനയിക്കണം. അവന് സെൻറ്റിമെൻറ്റ്സ് അഭിനയിക്കാനുണ്ട്, രൗദ്രമുണ്ട്, എല്ലാ എന്താ പറയുക അങ്ങനെ എല്ലാ ഭാവങ്ങളും അഭിനയിക്കാനുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കാനല്ല, ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കാനാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഭാഗ്യമാണോ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് അറിയില്ല. നമ്മൾ അവസാനം
നന്ദിലത്ത് അർജുൻ എന്ന് പറയുന്ന ഒരു ആനയിലാണ് എത്തിപ്പെട്ടത്. ഒത്തു കിട്ടിയ ഒരു ആന, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഭയങ്കര അനുഭവമായിരുന്നു എല്ലാവരുടെയും ആനയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. ആ പിന്നെ അതുപോലെ നമുക്ക് വേറൊരു സർപ്രൈസിങ് എലമെന്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ശേഖരൻകുട്ടിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപേട്ടനാണ് ശേഖരൻകുട്ടിക്ക് ശബ്ദം നൽകിയത്. തിയേറ്ററിൽ ഒരു വല്ലാത്ത എന്താ പറയുക, വല്ലാത്തൊരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ ദിലീപേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. അതേതായാലും ഒരു ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയിരുന്നു. നമ്മൾ ആരോടും ഇതുവരെ പുറത്തുവിടാത്ത തിയേറ്ററിൽ മാത്രം ആളുകൾ തിയേറ്ററിൽ ആദ്യ ആ സൗണ്ട് വന്ന വഴി ആളുകളിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ഒരു സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് ഉയർന്നു കേട്ടിരുന്നു തിയേറ്ററിൽ. ചിത്രത്തിലേക്ക് പിന്നെ പറയുമ്പോൾ സുരാജ് വെഞ്ഞാറമ്മൂട് വളരെ തസ്നിക്കാൻ ഉൾപ്പെടെയുള്ള മെയിൻ താരനിര മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളുകളിൽ തസ്നിക്കാനൊപ്പം സുരാജിന്റെ ക്യാരക്ടർ ക്യാരക്ടർ ആയിരുന്നു സുരാജിന്റെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള ഒരു വൈകുണ്ഠപുരത്തെ ഒരു അമ്പല കമ്മിറ്റി പ്രസിഡന്റായിട്ടാണ് വേഷായുധൻ എന്ന് വിളിക്കപ്പെടുന്ന വേലായുധൻ എന്നാണ് പുള്ളിയുടെ ക്യാരക്ടർ. അപ്പോൾ ഈ വേഷായുധൻ എന്ന പേരിൽ നിന്ന് ഉണ്ട് ഒരു വലിയ വിഷമാണ്. അതെ, അത് സുരായുടെ മാത്രമല്ല, ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇന്നസെന്റ് ചേട്ടനുണ്ട്, മാമുക്കോ ഉണ്ട്, ഹരീഷ് കണാരനുണ്ട്, ധർമ്മജൻ ബോൾഗാട്ടി, കുട്ടേട്ടനുണ്ട്, വിജയരാഘവനുണ്ട്. ട്രെയിലറിൽ അതെല്ലാം വളരെ സ്പഷ്ടമാണ്, കാരണം എല്ലാ ഫേസും ട്രെയിലറിലുണ്ട്. ഈ പറഞ്ഞ അങ്ങനെ ഒരു താരനിരയുണ്ട്. അപ്പോൾ നമുക്ക് അവരെ തീർച്ചയായിട്ടും അവരുണ്ട് നമ്മൾ അറിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. നമുക്ക് ചിത്രത്തെ കുറിച്ചിട്ട് പ്രേക്ഷകരോട് എന്താണ് സംവിധായകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഇത് പരിപൂർണമായിട്ടും ഫാമിലി ആയിട്ട് കുട്ടികളുമായിട്ട് വന്ന് കാണേണ്ട സിനിമയാണ്. ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് വിഭവങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ കണ്ട എല്ലാവരും ഫാമിലിയായിട്ട് വളരെ നല്ല അഭിപ്രായം നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാണാനുള്ള എല്ലാവരും ഫാമിലിയായിട്ട് തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഒരുപാട് ചിരിക്കാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്, ചിരിച്ചുകൊണ്ട് ചിന്തിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി കാണണം. സീരിയസ് ആയിട്ടുള്ള മുത്തശ്ശി ഇതൊരു ക്രിസ്മസ് റിലീസ് ചിത്രമാണ്. ഒപ്പം ക്രിസ്മസ് രാവുകളാണ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വൈൻഡപ്പിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് തസ്നിക്കാൻ വളരെ മനോഹരമായിട്ടൊരു ക്രിസ്മസ് സോങ് മനോഹരമായി പാടുന്ന പറയുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. മനോഹരമല്ല, പക്ഷെ എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, ചെറുതായിട്ടൊക്കെ ഒന്ന് പാടാം. അതായത് ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് ക്രിസ്ത്യൻ സോങ് തന്നെ പാടാം അല്ലേ, അതല്ലേ നല്ലത്. മാപ്പിള സോങ് പാടി എന്നെ ഓടിക്കല്ലേ ഇപ്പം ഈ ക്രിസ്മസ് സീസണിൽ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നീ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. എന്തായാലും തീർച്ചയായിട്ടും നിത്യവിശുദ്ധിയായിട്ടുള്ള കന്യാകുമാരിയത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല എന്താ പറയുക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ആന അലറലോടലറൽ ടീമിന്റെ വക. ഒന്നുകൂടെ പറയൂ. ആന അലറലോടലറൽ ടീമിന്റെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, വളരെ നന്നായിട്ട് തന്നെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതൊരു ക്യാമ്പ് വെച്ച് പഠിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ടീം ആരും തെറ്റിക്കില്ല ഈ ഒരു പേര്. ഓക്കെ, എന്തായാലും ആന അലറലോട് അലറൽ എന്ന ഈ ഒരു സിനിമ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരട്ടെ. മലയാളത്തിന് ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ തസ്നിക്കാനും ഒപ്പം സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്കും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിന് ഇരുവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.